പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവികാന ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവികാന നാഥനിൽ ആശ്രയിച്ച് ജീവിച്ചാൽ ജീവിതം എത്രയോ സന്തോഷപ്രദമാണ്. ഒരു ദിവസം പ്രായമുള്ളൊരമ്മച്ചി, എന്നും പള്ളി വരുന്നൊരമ്മച്ചി വെളുപ്പിനെ വന്ന് പള്ളി മണിയൊക്കെ അടിക്കുന്നതിന് മുമ്പ് വന്ന് എന്നെ വിളിച്ചുണർത്തുകയുണ്ടായി. അമ്മച്ചി സമയമായെന്ന് കരുതി ഓടി വന്നതാണ്. പക്ഷെ പള്ളിയൊന്നും തുറന്നിട്ടില്ല. എന്നാ പറ്റി അച്ഛാ എന്ന് ചോദിച്ചപ്പോഴത്തേനാണ് ഞാൻ വാച്ച് നോക്കിയത്. സമയമായിട്ടില്ല. അമ്മച്ചി അറിയാതെ നേരത്തെ വന്നെത്തിയതാണ്. എങ്കിലും അമ്മച്ചിയുടെ ആ വിശ്വാസ ജീവിതം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അമ്മച്ചി രാത്രി നേരത്തെ കിടക്കും, 9 ആകുമ്പോഴത്തേനും കിടക്കും. അമ്മച്ചിയുടെ ആഗ്രഹം 3 മണിക്ക് എഴുന്നേൽക്കും. എന്നിട്ട് പ്രാർത്ഥിച്ച് ഏറ്റവും ആദ്യം ദേവാലയത്തിലേക്ക് വരണം, പരിശുദ്ധ ബലിയിൽ സംബന്ധിക്കണം. അതിനായിട്ട് ബാക്കി എല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ്. വീട്ടിൽ വേറെ ആരുമില്ല, അമ്മച്ചി ഒറ്റയ്ക്കേ ഉള്ളതാണ്. ആ അമ്മച്ചി സന്തോഷത്തോടെ ജീവിത കടമകളിൽ ദൈവത്തിന് ബലിയർപ്പിച്ച് ദൈവത്തിന് ആശ്രയിച്ച് ജീവിക്കുന്ന അമ്മച്ചിയുടെയൊക്കെ ജീവിതം പുരോഹിതരായ ഞങ്ങൾക്കും എപ്പോഴും മാതൃകയാണ്. കാരണം അവരെന്നും പൂർണ്ണമായിട്ടും ആശ്രയിക്കുക പരിശുദ്ധ കുർബാനയിലും ദൈവികാന നാഥനിലുമാണ്. അങ്ങനെയുള്ളവരുടെ ആശ്രയബോധം ഇന്നത്തെ തലമുറയ്ക്ക് എന്നും മാതൃകയായി ശോഭിക്കണം. അതുകൊണ്ടാണ് ഈ ഉദാഹരണം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. 2 മക്കബയർ 11-ാം അധ്യായം 10-ാം തിരുവചനം പറയുന്നു, കർത്താവിൻ്റെ കൃപാകടാക്ഷം ഉണ്ടായിരുന്നതിനാൽ സ്വർഗീയ സഹായികനോടൊപ്പം യുദ്ധസജ്ജരായി അവർ മുന്നേറി. അതായത് നമ്മൾ ഒറ്റയ്ക്കല്ല ദേവാലയത്തിലേക്കൊക്കെ വരിക, നമ്മൾ ഒറ്റയ്ക്കല്ല ഈ ലോക ജീവിതം തരണം ചെയ്യുക, നമ്മൾ ഒറ്റയ്ക്കല്ല ഈ ലോകത്തിലെ പ്രതിബന്ധങ്ങളോടെ ബുദ്ധിമുട്ടുകളോടെ യുദ്ധം ചെയ്യുക. മറിച്ച് നമ്മളെ സഹായിക്കുവാൻ സ്വർഗത്തിൻ്റെ സഹായം സർവശക്തനായ ദൈവം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുന്നുണ്ട്. നമ്മളത് വിശ്വസിച്ചേറ്റെടുത്താൽ മതി. ഈ അമ്മച്ചിയും എല്ലാ ദിവസവും വരുന്നതിനെ മാലാഖമാരാണ് സഹായിക്കുക, മാലാഖമാരാണ് എഴുന്നേൽപ്പിക്കുക. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്താണ് ഭയപ്പെട്ട് അല്ലെങ്കിൽ കള്ളന്മാർ ഉപദ്രവിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെ ശല്യപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് പോകാതിരിക്കാം പള്ളിയിൽ. പക്ഷേ ദൈവത്തെ തേടുന്നവർക്ക്, ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് ദൈവം സ്വർഗത്തിൻ്റെ സാന്നിധ്യവും സ്വർഗത്തിൻ്റെ സഹായവും സ്വർഗത്തിൻ്റെ സൈന്യബലവും ഒക്കെ നൽകും. അതുകൊണ്ടാണ് വചനം പറയുക, കർത്താവിന് കൃപാകടാക്ഷം ഉണ്ടായിരുന്നതിനാൽ സ്വർഗീയ സഹായികനോടൊപ്പം യുദ്ധസജ്ജരായി അവർ മുന്നേറി. നമ്മുടെയും ഈ ഭൂമിയിൽ നമുക്ക് ഒറ്റയ്ക്കല്ല, സ്വർഗീയരുണ്ട്, സ്വർഗത്തിന് സഹായമുണ്ട്, ദൈവദൂതന്മാരുണ്ട്, മാലാഖമാരുണ്ട്, ദൈവം തന്നെ ദൂതന്മാരെ നിയോഗിക്കും. ഇതൊക്കെ നമ്മുടെ വിശ്വാസസത്യമാകണം. അങ്ങനെ നമ്മൾ മുന്നേറുമ്പോഴാണ് നമുക്ക് ജീവിതത്തിലെ എന്നും സന്തോഷത്തിന് കാരണമായി തീരുക. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്കുള്ള ദൈവത്തിലുള്ള ആശ്രയബോധം, ദിവികാനത്തിലുള്ള ആശ്രയബോധം അമ്മയുടെ മധ്യസ്ഥ വഴി സംലഭ്യമാകുന്നതിനായിട്ട് അമ്മ രാവും പകലും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ദിവികാനനാഥ, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുമ്പോൾ, അങ്ങിൽ ശരണം ഗമിക്കുമ്പോൾ ഒറ്റയ്ക്കല്ല എന്നുള്ള സത്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. ആശീർവദിക്കണമേ ദിവികാരണമേ, അനുഗ്രഹിക്കണമേ ദിവികാരണമേ. നമ്മുടെ കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ അമ്മയുടെ സംസർഗവും നമ്മുടെ എല്ലാവരുടെ നിയോഗങ്ങളോടും ജീവിതാവശ്യം കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.